Hi everyone, welcome to Aarthi's Kitchen and Vlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് റെസിപ്പിയാണ്. ഒന്ന് പിസ്ത മിൽക്കും രണ്ടാമത്തെ റെസിപ്പി ബദാം മിൽക്കുമാണ്. അത് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ മിൽക്ക് റെഡിയാകാൻ പോകുന്നത് എന്ന് നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. രണ്ട് റെസിപ്പീസിനും ആവശ്യമായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്ത മിൽക്കാണ്. അതിനാവശ്യമായിട്ട് 1 കപ്പ് പിസ്ത ഈ ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് ചൂടായ പാലിനെ ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുങ്കുമപ്പൂവാണ്. കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 20 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഒന്ന് കുതിരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബദാം മിൽക്കിനും ആവശ്യമായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാക്കിയ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂവിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് പാലിൽ കിടക്കട്ടെ. 20 മിനിറ്റ് ആയിട്ടുണ്ട്. പിസ്തയും പാലും കുങ്കുമപ്പൂവും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സി ജാറിലോട്ട് മാറ്റാം. മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിക്ക് പേസ്റ്റായിട്ട്, അതായത് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂണ് ഏലക്ക പൊടിയാണ്. കാർഡമം പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ്, ഞാനിവിടെ പാലിനെ ചൂടാക്കി തണുക്കാൻ വെച്ചിരുന്ന പാലാണ്. അതിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് 2 ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ആദ്യത്തെ റെസിപ്പിയായ പിസ്ത മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പിസ്ത മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത റെസിപ്പിയായ ബദാം മിൽക്കിലോട്ട് കടക്കാം. അടുത്ത റെസിപ്പിയായ ബദാം മിൽക്കിന് ആവശ്യമായിട്ട് 1/2 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഇതിനെ കുതിർക്കാൻ ഞാൻ ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോലൊക്കെ എടുത്തിട്ട് റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച് തണുക്കാൻ വെച്ചിരുന്ന പാലിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരുന്ന സ്മൂത്ത് പേസ്റ്റിനെ വലിയൊരു ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരുന്നില്ലേ, തണുക്കാൻ വെച്ചിരുന്ന പാലിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുങ്കുമപ്പൂ ഇട്ട് വെച്ചിരുന്നില്ലേ പാല്, ആ കുങ്കുമപ്പൂവിൻ്റെ പാലും ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത്, ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂണ് കാർഡമം പൗഡറാണ്. ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. സെക്കൻഡ് റെസിപ്പിയായ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ് ഈ ബദാം മിൽക്കിനും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ 2 റെസിപ്പിയായ പിസ്ത മിൽക്കും ബദാം മിൽക്കും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് എന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ചാനലിൽ ഒരുപാട് മണി സേവിംഗ് ടിപ്സ്, റെസിപ്പീസ് എന്നിവ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.